മക്കളെ നമ്മൾ നല്ലോണം പഠിപ്പിച്ചു, നല്ല ഉഷാറാക്കി, വലിയ വലിയ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ, കോടികൾ കൊടുത്തു പഠിച്ചുണ്ടാക്കിയ വലിയ വലിയ സർട്ടിഫിക്കറ്റുകളൊക്കെ വീട്ടിൻ്റെ അകത്തുണ്ട്. മരിച്ചു മയ്യത്ത് ഖബർക്ക് ഇറക്കുമ്പോൾ ഇത് കൊണ്ടുപോകോ? ഒരു വിലയില്ല, ഒരു വിലയില്ല, ഒരു വിലയില്ല, അതിന് ഒരു വിലയില്ല. ഖബർക്ക് അതൊന്നും വേണ്ട. അപ്പൊ നമ്മളെ മക്കൾക്ക് ദുനിയാവും വേണം, ആഖിറ അതിനെക്കാട്ടിലും വേണം. ദുനിയാവും വേണം, ദുനിയാവ് വേണ്ടെന്നല്ല, പക്ഷെ ദുനിയാവിനേക്കാൾ നമ്മൾ ആഖിറത്തിന് നല്ലോണം പ്രാധാന്യം കൽപ്പിക്കണം മക്കളുടെ കാര്യത്തിൽ. അത് ബാപ്പാര് പ്രാധാന്യം കാണിച്ചാലേ മക്കൾക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ മക്കൾ സ്വന്തം നന്നാകാൻ കഴിയൂല. അങ്ങനെയാണ് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചത്. മുത്തനബി പറയാം, ബാപ്പയും ഉമ്മയാണ്. ഒരു കുട്ടിനെ യഹൂദിയും നസറാനിയും മജൂസിയും നമ്മാടിയൊക്കെ ആക്കണേന് ഉത്തരവാദിത്തം ബാപ്പാക്കുമ്മാക്കുണ്ട്. ഇത് മുത്തുനബിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പൊ എല്ലാ ഒരു ബാപ്പാരും മക്കളെ തമ്മാടിയാക്കണില്ല. പിന്നെന്താ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? നമ്മൾ മനഃപൂർവ്വം ആക്കണില്ല, പക്ഷെ നമ്മൾ അവിടെ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? മക്കളോടുള്ള സ്നേഹം നമ്മൾ ഒഴിവാക്കുക. നമ്മൾ മക്കളെ കൊണ്ട് ദുനിയാവിലെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുക. നല്ലോണം കൊത്തർന്ന് ചിന്തിച്ചാൽ കിട്ടും, നല്ലോണം ഇരുന്ന് ചിന്തിക്കണം. ചിലപ്പോൾ ഈ പറയുന്ന വാക്കൊന്നും ചിലർക്ക് പിടിക്കണം ദഹിക്കണം എന്നില്ല. ദഹിക്കാൻ വേണ്ടി നമ്മളൊന്ന് മനസ്സിലാക്കാനാ ഞാൻ ഇന്നലെ മരണപ്പെട്ട കഥ ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ ദുനിയാവ്. ഈ കുട്ടികൾക്ക് അറിയില്ലായിരുന്നോ? ഈ കുട്ടികൾക്ക് അറിയുമായിരുന്നോ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നാല് ഒരു ലോറി വന്ന് ഞങ്ങളെ തലയിലേക്ക് മറിയുമെന്ന് ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ. പാവപ്പെട്ട കുട്ടികൾ. അല്ലാഹു തആല ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ കുട്ടികളെ ഉമ്മാക്കും ബാപ്പാക്കും ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുമാറാകട്ടെ. ആർക്കും അറിയില്ല. നമ്മൾ എപ്പോഴാണ്, ഏത് ടൈമിൽ ഇവിടുന്ന് പോകും, ഏത് സമയത്തും നമ്മൾ പോകും. പോയാൽ നിങ്ങൾ വിട്ടാൽ ശ്വാസം അങ്ങ് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടുപോയി പിന്നെ അടുത്ത ചോദ്യം എന്താ? എങ്ങനെ മരിച്ചു? ലോറി മറിഞ്ഞു, കഴിഞ്ഞു. അറ്റാക്കായി, അപകടം സംഭവിച്ചു, കൊഞ്ഞു വീണു, കഴിഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം എപ്പോഴാ മയ്യിത്ത് നിസ്കാരം? എപ്പോഴാ മയ്യിത്ത് നിസ്കാരം? മയ്യിത്ത് നിസ്കാരം കണ്ടില്ല നിങ്ങള്? എത്ര പെട്ടെന്ന് ആ ഖബർ മയ്യിത്ത് ഇങ്ങനെ കൊണ്ടിരുന്നു, നിസ്കരിക്കുന്നു. നിസ്കാരത്തിന് ബാങ്ക് വേണ്ട, ഇഖാമത്ത് വേണ്ട, ഒക്കെ കൊടുത്തിട്ടുണ്ട് ജനിച്ചപ്പോ തന്നെ. പിന്നെ നേരെ നിസ്കരിക്കുക. നിസ്കാരത്തിൽ സുജൂദും റുക്കൂഉം ഒന്നും വേണ്ട. പടച്ചോൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് വെറും 4 തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സൂറത്ത് വരെ ഓതണ്ട. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാ പിന്നെ സൂറത്ത് വരെ ഓതണ്ട. മഗ്‌രിബ് സൂറത്ത് വേണ്ട, പിന്നെ ഒന്നും വേണ്ട. പിന്നെ നേരെ അടുത്ത തക്ബീർ സ്വലാത്തില്ല, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാ. നേരെ സലാം വീട്ടിയ പിന്നെ ദുആ ഒന്നും ഇല്ല, കഴിഞ്ഞു. സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ ആ മയ്യിത്ത് എടുത്ത് നേരെ കൊണ്ടുപോയി പള്ളിപ്പറമ്പിന്റെ ഖബർക്ക് ഇറക്കി വെക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇന്നലെ അത് കുറെ ഓർത്തതാ. ഞാൻ കുറെ ഇന്നലെ ഓർത്തു പടച്ചോനെ, ആ കുട്ടികളെ ഖബറിന്റെ മേൽ അവരെ വാപ്പ അവിടെ ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ ആ വാപ്പ എങ്ങനെയായിരിക്കും ആ കുട്ടികളെ ഖബറിന്റെ മുകൾ ഭാഗത്തേക്ക് മണ്ണ് വാരിട്ടുണ്ടാകാം. മിൻഹാ ഖലഖനാകും, മോളെ അന്നെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാൻ ഖബർ കൊണ്ടേ കിടത്തുന്നത്. ഇഷ്ടണ്ടായിട്ടാണോ? നിന്നോട് വെറുപ്പുണ്ടായിട്ടല്ല. എന്റെ കുട്ടിക്ക് എന്റെ പേരെ കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. എന്റെ കുട്ടിക്ക് എന്റെ വീട്ടിൽ കിടക്കാൻ കട്ടിലില്ലാഞ്ഞിട്ടല്ല, ബെഡില്ലാഞ്ഞിട്ടല്ല, വിരിപ്പില്ലാഞ്ഞിട്ടല്ല, തലയിണയില്ലാഞ്ഞിട്ടല്ല, ഒന്നുമില്ലാഞ്ഞിട്ടല്ല മോളെ ഞാൻ ഈ പള്ളിപ്പറമ്പിലേക്ക് നിന്നെ ഇറക്കി വെക്കണം. എന്തിനാ? നിന്നെ പടച്ചത് ഈ മണ്ണ് കൊണ്ടായിരുന്നു. ഇത് ബാപ്പങ്ങനെ പറഞ്ഞ് ആ കുട്ടികളെ ഖബറിന്റെ മേലെ മണ്ണ് വാരിയിടുമ്പോ എങ്ങനെയായിരിക്കും ആ ബാപ്പ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ ഇന്നലെ രാത്രി കുറെ നേരം ആലോചിച്ചു. എങ്ങനെയായിരിക്കും പടച്ചോനെ വാപ്പാരത് പറഞ്ഞിട്ടുണ്ടാകുക? മോളെ മോളെ എത്ര സ്നേഹം കൊടുത്തു വളർത്തിയിരിക്കുന്ന മക്കളാ നമ്മളെ മക്കൾ. ഒരു വട്ടം നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾ നമുക്ക് ഇടക്കിടക്ക് ഫോൺ വിളിക്കുക, ഇവിടെ ഇപ്പ നിങ്ങളെ കാണുന്നില്ലല്ലോ. അത്രയും സ്നേഹത്തോടെ നമ്മളെ കൊണ്ടു നടക്കുന്ന മക്കള്, ഈ പൊന്നു മക്കൾ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട പറഞ്ഞ് പോവുക, പിടഞ്ഞങ്ങോട്ട് പോവുക.
പിന്നെ അവരെ നമ്മളെ വീട്ടിൽ കിടത്തണില്ല. ഒരു ചെറിയൊരു സമയം മാത്രം കയറ്റിയിട്ട് ആ മയ്യത്ത് അവിടെ നിറക്കി ഖബറിലേക്ക് ഇറക്കി ഖബറിന്റെ മേലെ മണ്ണിടുമ്പോൾ വാപ്പ പറയുന്ന വാക്ക് മിൻഹാ ഖലഖിനാകും. മോളെ, എന്റെ പെരേല് നിനക്ക് താമസിക്കാൻ വലിയ വീടുണ്ട്, റൂമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഞാൻ നിന്നെ കിടത്താത്തതുകൊണ്ടാ നിന്നെ പടച്ചത് ഈ മണ്ണോണ്ടേനി. അതുകൊണ്ടാണ് ഈ മണ്ണിലേക്ക് തന്നെ നീ മടങ്ങി എന്ന് എത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ മറക്കരുത്. അത് പറഞ്ഞത് വീണ്ടും പറഞ്ഞത് മറക്കരുത്. എത്ര വളർന്നാലും തലേക്കാണ് കേറുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയ ദീൻ എന്താ? അല്ലാഹു അഅലം. എന്താ നമ്മൾ മനസ്സിലാക്കിയത് എനിക്കറിയണില്ല. നമ്മൾ എന്താ ഈ മനസ്സിലാക്കിയിരിക്കുന്നത് ഞമ്മക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്റെ അടുത്ത് ഒരു സഹോദരൻ വന്ന് പറയുന്നു, ഉസ്താദ് എന്റെ പെങ്ങളെ കുട്ടിക്ക് ഫാത്തിഹ സൂറത്ത് അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ആ കുട്ടികളെയും കൊണ്ട് നിങ്ങളെ അടുത്തേക്ക് നാളെ കൊണ്ടുവരിട്ടോ. നിങ്ങളൊന്ന് ആ കുട്ടികൾ എന്തെങ്കിലും ഒന്ന് കുട്ടികൾ ഉമ്മാനോട് എന്റെ പെങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക വെച്ച്. ഇന്ന് ആ പെങ്ങളും കുട്ടിയും വന്നപ്പോ ഞാൻ കുട്ടികളോട് ഫാത്തിഹ സൂറത്തും അറിയില്ല, ഖുർആനും അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ കുട്ടി മദ്രസയ്ക്കൊന്നും പോകലുണ്ട് ഉസ്താദേ. ഒരു പഠിക്കേണ്ട ഇംഗ്ലീഷ് മീഡിയത്തില. ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന ശിഷ്ടം എന്ന് പറഞ്ഞാല് മദ്രസക്കൊരു ബീരഡ് കൊടുത്തിട്ടുണ്ട് കുട്ടികളെ കിട്ടാൻ വേണ്ടി. അതിപ്പോ രക്ഷിതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഒരു പൊട്ടീസ്. എന്നിട്ട് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യും, ഇവരൊരു മലയാളത്തിലെ പുസ്തകം എടുത്ത് കൊടുക്കുമല്ലോ. ആ പുസ്തകം നോക്കിയിട്ട് വായിക്കാൻ പറയും, ഖുർആൻ വായിക്കാൻ പറയും. അമ്മ യതസാഅലുൻ അനിൻ നബഇൽ അളീം എന്ന് ഓതേണ്ട സ്ഥലം അനിൻ നബഇൽ അളീം എന്ന് ഓതുക. കാരണം ലാദ് എന്ന അക്ഷരം അറബിയിലില്ല, മലയാളത്തിൽ ഇല്ലാത്തവനും മലയാളത്തിൽ ലാന്ന് എഴുതും. അപ്പൊ ഈ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. ഈ കുട്ടികളെ കുറിച്ച് ഞാൻ ഈ ഉമ്മയോട് സംസാരിക്കുമ്പോ ഉമ്മാന്റെ കാഴ്ചപ്പാടിൽ അതന്നെ ഏറെ. അതൊക്കെ മതി, അതിനെ പത്രമൊക്കെ പോരെ. ഇനിയിപ്പോ ഒരു ഓൺലൈനിലൂടെ ഞങ്ങൾ ഈ മദ്രസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയൊരു തീരുമാന. ആർക്ക് തീരുമാനിച്ച ആർക്ക് വേണ്ടിയാ? അപ്പൊ ഇനിയിപ്പോ അങ്ങനൊക്കെ നിർബന്ധമാണെങ്കിൽ ഉസ്താദേ ഓരൊക്കെ പറയുന്നുണ്ട്, ആങ്ങളങ്ങനെ വല്ലാതെ വെൽത്തിൽ കൂടുന്നുണ്ട്. ഇനി ഓർക്കൊക്കെ നിർബന്ധമാണെങ്കിൽ നമുക്കൊരു ഓൺലൈനും കൂടെ ഒരു ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഞാനും പുതിയാപ്പഴും തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾക്കും ഇങ്ങൾക്കും വേണ്ടി ഒന്നല്ല, ആർക്ക് വേണ്ടിയാ? നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ആർക്കാ നഷ്ടം? ഇത്രയാണ്. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ ആകുന്നത്? ഈ കുട്ടികൾ സത്യത്തിലെ പിഞ്ചോമന മക്കൾക്ക് ഒരു പാവങ്ങളായിട്ട് ഒന്നും അറിയില്ല. എന്നിട്ട് ഭയങ്കര സ്നേഹമാണെന്ന് പറയും. സത്യത്തിൽ സ്നേഹമല്ല, ഒന്നിരിക്കൽ സ്നേഹമില്ലാത്തത് കൊണ്ട്. അല്ലെങ്കിൽ ഈ ബാപ്പാക്കും ഉമ്മാക്കും ഈ പറയുന്ന കഥയിൽ ഈമാൻ ഇല്ലാത്തതുകൊണ്ട്. ഈമാൻ വേണ്ടേ? ഈമാൻ വേണ്ട. എനിക്ക് മരിച്ചു പോകണം ആ പെണ്ണിന് ഓർമ്മ ഉണ്ടെങ്കിലല്ലേ ആ പെണ്ണിന്റെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാകുള്ളൂ. പഠിച്ചോനെ, ഈ കുട്ടിക്ക് സത്യത്തിൽ ഇപ്പോൾ ആ കുട്ടി ഒരു കുട്ടി 8 വയസ്സായിട്ടുണ്ട്, ഒരു കുട്ടിക്ക് 11 വയസ്സുമായിട്ടുണ്ട്. കൃത്യമായിട്ട് ഫാത്തിഹ സൂറത്ത് വരെ കുട്ടികൾ ഓതാൻ പഠിച്ചിട്ടില്ല. അത് ഒരു ഫാത്തിഹയും വജ്ജഹത്തും കുട്ടി ഈ പെണ്ണിന് കുറച്ചൊരു കാഴ്ചപ്പാട്. അതിപ്പോ ഒരു നിസ്കാരത്തിന്റെ ഫാത്തിഹ, പിന്നെന്താ ഒരു അത്തഹിയ്യാത്ത്, പിന്നെ റുകൂഉൽ സുജൂദ്, അതല്ലേ ഇപ്പൊ നിർബന്ധമുള്ളൂ, പോരെ എന്ന ഒരു ശിഷ്ടത്തിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ മക്കളെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ഈ കുട്ടികൾ എന്താ പറയാ? ആലോചിച്ച് നോക്കി. 2 മക്കൾ അവിടെ ഉണ്ടാവും. ഏത് 2 മക്കൾ? 2 മക്കൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അല്ലാഹു തആല കൊടുത്ത സമയം കൃത്യമായിട്ട് ദീന് പഠിപ്പിച്ച മക്കളും നാളെ മഹ്ശറേക്ക് വരും, പഠിപ്പിക്കാത്ത മക്കളും വരും. പഠിപ്പിച്ച മക്കൾ ഇങ്ങനെ തലകൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ റാഹത്തോടെ ഇങ്ങനെ വരും. കാരണം എന്താ? അവര് 10-12 കൊല്ലം മദ്രസയിൽ അല്ലാഹുവിന്റെ ഖുർആനും ആയത്തും ഹദീസും ദീനും പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവർ സൂറത്തുൽ മുൽക്ക് ഓതുന്നവരായിരുന്നു. സൂറത്തുൽ വാഖിഅ ഓതുന്ന പെൺകുട്ടികളാണ്, ഉമ്മമാരാണ്, മക്കളാണ്. സുബ്ഹാനല്ലാഹ്, ആരെ പഠിപ്പിച്ചു? ഉമ്മയും ബാപ്പയും പഠിപ്പിച്ചിട്ടുണ്ട്. ആ മക്കൾ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്നത്. റബ്ബിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഈ കുട്ടികൾ തലകൾ ഉയർത്തിപ്പിടിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ അവരെ കുറിച്ച് പറയുന്ന ഖാഫിലത്തുർ റാഫിആ, തലകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന മക്കളെ, അയൽവാസിയായിരിക്കുന്ന വീരാൻകുട്ടി ഹാജിന്റെ മക്കളെ, അയൽവാസിയായിരിക്കുന്ന അബൂബക്കർ ഹാജിന്റെ മക്കളെ, അയൽവാസിയായിരിക്കുന്ന ഇസ്ഹാഖ് ഹാജിന്റെ മക്കളൊക്കെ തലയുയർത്തിപ്പിടിച്ചിങ്ങനെ പോകുമ്പോഴാ അപ്പുറത്തെ വീട്ടിലുള്ള ഇവന്റെ മക്കൾ അവനെ നോക്കുന്ന സമയത്ത് മാനക്കേട് വരുന്നോ? എന്തുകൊണ്ടാണ് ഇവന് പഠിച്ചിട്ടില്ല?
അല്ല എന്താണെന്ന് അല്ലാഹു തആല ആരാണെന്ന് അല്ലാഹുവിനെ കുറിച്ച് അവനക്കൊന്നും പഠിച്ചിട്ടില്ല. ഖുർആന് പഠിച്ചിട്ടില്ല, സയൻസ് പഠിച്ചിട്ടുണ്ട്, കണക്ക് പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ പടച്ച റബ്ബ് പഠിച്ചിരിക്കുന്ന അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ കലാമായിരിക്കുന്ന ഖുർആൻ അവന്റെ നാവിലൂടെ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല.